ശ്രീധരൻ തുടക്കം മുതലേ നിരീക്ഷിച്ചിരുന്നതാണ് ബന്ധുവായ ജിതിന്റെ വരവും ജിതിന്റെ സങ്കടപ്പെട്ടുള്ള ആ നിൽപ്പും ഒക്കെ. ഇന്ന് ബന്ധുക്കൾ ആരെങ്കിലും ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? ജിതിൻ ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് കയറി പോകാൻ അനുമതി കിട്ടിയിട്ടുണ്ടോ? നിലവിൽ ഈ ബന്ധുക്കൾ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഈ ജിതിൻ അല്പസമയത്തിനകം തന്നെ ജിതിനും അഭിലാഷും ഗിരീഷും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവർ ഇവിടേക്ക് എത്തിച്ചേരും. ഇന്നലെ കാര്യമായി അവർ അകത്തേക്ക് പോയിട്ടില്ല. അതിന് പ്രധാന കാര്യം ഇന്നലെ ആരെയും ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമല്ലാത്ത ആരെയും ഇന്നലെ അകത്തേക്ക് കടത്തിയിരുന്നില്ല. ഏകോപന ചുമതലയുള്ള MLA-മാരും അതുപോലെ തന്നെ അങ്ങനെ ചുരുക്കം ചില ആളുകൾ ആ ദൗത്യത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ മാത്രമാണ് ഇന്നലെ അകത്തേക്ക് പോയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ജിതിനും അതുപോലെ തന്നെ അഭിലാഷും ഗിരീഷും നൗഫലുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും നിർണായകമാണ്. അതായത് നിർണായകമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ഈ തിരച്ചിലിൻ്റെ ഭാവി എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ഇന്ന് മന്ത്രിമാരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് മന്ത്രിമാർ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ AK ശശീന്ദ്രനുമൊക്കെ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ വേറെ മറ്റ് സഹായങ്ങൾ, നേരത്തെ മധുവട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഖലാസികളെയൊക്കെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ടോ ട്രക്ക് പൊക്കുന്നതിന് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മന്ത്രിമാർ എത്തുന്നതോടുകൂടി തന്നെ ഇന്നത്തെ തിരച്ചിലിൻ്റെ ഒരു ഭാവിയെ സംബന്ധിച്ച്, വരും ദിവസത്തെ തിരച്ചിലിൻ്റെ ഭാവിയെക്കുറിച്ചൊരു തീരുമാനമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ബന്ധുക്കൾ ഇവിടെ തുടരുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ തുടരുന്നത്. ജിതിനെ വീണ്ടെടുക്കാനാകും എന്നുള്ളൊരു അർജുനെ വീണ്ടെടുക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം. അതിനൊരു കാര്യം, പുഴയിലെ ഒഴുക്കിനൊരു കുറവ് ഉണ്ടാവുന്നില്ല, ശക്തിക്ക് കുറവുണ്ടാവുന്നില്ല. കലിതുള്ളി ഹുങ്കാര ശബ്ദത്തോടു കൂടി ഒഴുകുകയാണ് ഗംഗാവലി പുഴ. അത് തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യവും. പലതവണ, അതായത് ഇതിലും കൂടുതൽ കുത്തൊഴുക്കിലൊക്കെ ഇറങ്ങി പരിചയമുള്ള നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ് ഇവിടെയുള്ളത്. പക്ഷേ അവർക്ക് പോലും ഒന്ന് ശങ്കിച്ച് നിൽക്കുന്ന നിലയിലാണ് ഗംഗാവലിയുടെ ഇപ്പോഴത്തെ ഈ ഒഴുക്ക്. ഇന്ന് രാവിലെയും പരിശോധനകൾ നടത്തിയിരുന്നു ഒഴുക്ക് സംബന്ധിച്ച്. പക്ഷേ അതും അനുകൂലമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം 100 കിലോ ഭാരമുള്ള 100 കിലോ ഭാരമൊക്കെ ഇറക്കി പരിശോധനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനെ പോലും കവച്ചു വെക്കുന്ന രീതിയിലാണ് ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പരിശോധനകൾ ഇന്നും അവിടെ തുടരും. പക്ഷേ ഇന്ന് ഏറ്റവും നമുക്ക് ഇതിൽ നിർണായകമാകുന്ന ഒരു കാര്യം ഈ മുങ്ങി പരിശോധിക്കുക എന്നത് തന്നെയാണ്. പക്ഷേ മുങ്ങി പരിശോധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിൽ ഗംഗാവലിയുടെ അടിത്തട്ടിലില്ല. അതിനാണ് നമ്മൾ ഈ ഒഴുക്കിനെ ഗതി മാറ്റിവിടുന്നതിന് വേണ്ടി ചാലുകൾ ഇരുവശത്തുനിന്ന് കീറി, അതായത് നമ്മൾ ഈ ട്രക്ക് ഉണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിന് സമീപത്ത് അടിയൊഴുക്കില്ലാതിരിക്കുന്നതിന് വേണ്ടി ചാല് കീറി മാറ്റി ഒഴുക്കിനെ ഗതി തിരിച്ചുവിടുന്ന ഒരു ശ്രമങ്ങൾ നടത്തുന്നത്. ഇന്നലെ രാത്രിയും അത് അവിടെ തുടർന്നിരുന്നു. ഏതായാലും വൈകാതെ തന്നെ ഈ ഒഴുക്കിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 നോട്ടെങ്കിലും താഴെയായാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു ശ്രമം നടത്താനെങ്കിലും സാധിക്കൂ. 2 നോട്ട് ശക്തിയിൽ ആണ് ഈ പുഴയിൽ ഇറങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒഴുക്കിൻ്റെ ശക്തി അല്ലെങ്കിൽ വേഗത എന്നൊക്കെ പറയുന്നത്. പക്ഷേ നിലവിൽ അത് 6-ന് മുകളിലാണ് എന്നാണ് മുങ്ങൽ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ഏതായാലും മഴ അല്പം ഒന്ന് മാറി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ 1 മണിക്കൂറായി. പക്ഷേ നമുക്കിതൊരു വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയല്ല. ആകാശം മേഘാവൃതമാണ്. കാർമേഘം മാത്രമേ നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാനാവുന്നുള്ളൂ. ഇരുട്ടടച്ച് ശക്തിയായി പെയ്യുന്ന ഒരു മഴ, അതിനൊപ്പം വാശിയോടെ വീശുന്ന കാറ്റ്, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ രക്ഷാദൗത്യത്തെ ഏറ്റവും പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ വെല്ലുവിളികളെല്ലാം മറികടന്ന് ഈ 11ാം നാൾ
ട്രക്കിനരികിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താനാകുമോ എന്നുള്ളതാണ് നമ്മൾ അല്ലെങ്കിൽ എത്താനാവും